വയറിങ്ങിൽ ചെലവ് ചുരുക്കാൻ നോക്കുന്ന നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ. ദയവ് ഇത് സ്കിപ്പ് ചെയ്തു പോകും. നേരെ മറിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റിയോടെ വയറിങ് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് വേണ്ടത്ര ചെലവ് ചുരുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞങ്ങൾ പറയുന്ന വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നൊക്കെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞമാർക്ക് ബോക്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, സെപ്പറേറ്റ് സർക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇതിലൊക്കെ പറയുന്ന കാര്യമാണ് സെപ്പറേറ്റ് വയറിങ് ചെയ്യേണ്ടതിനെ പറ്റി, അതേപോലെ തന്നെ ഫേസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി. അതായത് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു MCB നമുക്ക് DB ബോക്സ് പോയി കാണാൻ പറ്റും. MCBകൾ സെപ്പറേറ്റ്. ഈ MCBകൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂട്രൽ ഉണ്ടാവും, എർത്ത് ഉണ്ടാവും. ഈ ന്യൂട്രും എർത്തും ഒരുമിച്ചുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവരെ പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് മൂന്ന് വയറാണ് വരുന്നത്. ഈ 3 വയർ അതിന്റെ എൻ സർക്യൂട്ട് വരെ മറ്റുള്ള സർക്യൂട്ടുമായിട്ട്, അതായത് മറ്റ് MCBയിൽ ഇതേപോലെ തന്നെ 3 വയറുകൾ വരും. അതായിട്ട് ലിങ്ക് ആവരുത്, അതേപോലെ തന്നെ ഒരു പൈപ്പിലൂടെ പോകരുത് എന്നാണ് കോഡുകൾ പറയുന്നത്. എന്തിനാണ് കോഡുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നില്ലേ. അതേപോലെ തന്നെ കുത്തി വയർ വലിക്കരുത്. ഓരോ കോണ്ടിയേറ്റും ഇപ്പോൾ 20mm കോണ്ടിയേറ്റിലൂടെ എത്ര 1.5 വലിക്കണം, എത്ര 2.5 വലിക്കണം, 4mm വലിക്കണം, ബെൻഡുകൾ വരുന്നിടത്ത് എത്ര ബെൻഡുകൾ വരുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോണ്ടിയേറ്റ് ഫീൽഡ് കാൽക്കുലേഷനിൽ പറയുന്നുണ്ട്. അതും കോഡുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന മെയിൻ്റെനൻസിൽ ഒരു ശരാശരി വീട് ഒരു 25 വർഷമൊക്കെ നിൽക്കേണ്ട വീടിൽ 10-15 പ്രാവശ്യമൊക്കെ മെയിൻ്റെനൻസ് വരാനും, ഈ പറഞ്ഞമാർക്ക് കൊല്ലത്തിൽ ഒരു ഇലക്ട്രീഷ്യൻ വീട്ടിൽ വരാനുള്ള ഒരു കാരണത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇതേപോലെ കോഡുകൾ ഫോളോ ചെയ്ത് വയറിങ് ചെയ്യാത്തത്. ഇപ്പൊ ചോദിക്കും, ഈ പറഞ്ഞമാരൊക്കെ ഇലക്ട്രീഷ്യന്മാരെ ഞങ്ങൾക്ക് 25 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ അതിന്റെ റൂട്ട് കോസ് അനാലിസിസ് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഒറ്റ ചോദ്യം തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് HVAC ഇതിന്റെ ഡിസൈനിങ് കൺസൾട്ടിംഗ് ആണ്. നല്ലതായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്, അതേപോലെ തന്നെ ഡിസൈൻ കൺസൾട്ടൻസി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വയർ വലിക്കുന്നത് നല്ല വയറിംഗ് ആണോ? ഒരിക്കലും അല്ല. ഒരുപാട് വയറിംഗ് വലിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള വയർ വലിക്കുക എന്നുള്ളത്. കുറച്ച് വയർ വലിക്കുന്നതും നല്ല കാര്യമല്ല. കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വലിക്കുക, അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇലക്ട്രിക്കൽ കൺസൾട്ടിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.